ആരാധന അതൊരു വെളിപ്പാടാണ്. ആരാധന എന്ന് പറയുന്നത് ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആരാധിക്കുന്നതല്ല ആരാധന. ആരാധന തികഞ്ഞ വിശുദ്ധിയുടെ ഒരു വെളിപ്പാടാണ്. ഇന്നലെ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ആരാധിച്ചു പോകും. ഹല്ലേലൂയ. തലയിലിരിക്കുന്ന കിരീടം താഴോട്ടിറക്കി വെച്ച് രാജാവ് തൻ്റെ അധികാരത്തിൻ്റെ പഞ്ചങ്കോലും താഴോട്ടെടുത്ത് വെച്ച് തൻ്റെ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് പഞ്ഞി ദൂരെ അങ്കി ധരിച്ചുകൊണ്ട് രാജാവ് വെളിയിലേക്ക് ഒരൊറ്റ ഓട്ടം. രാജസന്നിധിയിലെ മന്ത്രിമാരെ നോക്കുമ്പോൾ രാജാവ് ഒരു പെട്ടകത്തിന്റെ മുന്നിൽ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് കുതിച്ച് ആരാധിക്കുകയാണ്. ആ രാജാവിനോടൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. രാജാവേ, ഈ പെട്ടകത്തിന്റെ മുന്നിൽ ഈ സാധുക്കളായ ഇസ്രായേൽ ജനത്തോട് ചേർന്ന്, ഈ പ്രജകളോട് ചേർന്ന് നിങ്ങൾ കുതിച്ച് നൃത്തം ചെയ്യാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ദാവീദിന് പറയാൻ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഈ പെട്ടകമാണ് എന്നെ ഉയർത്തിയത്. ഉയർത്തിയുടെ നിധാനമാണ് ഈ പെട്ടകം. ഈ പെട്ടകത്തിനകത്ത് ചില ശക്തി ഇരിപ്പുണ്ട്. ഇതിനകത്തൊരു വടി ഇരിപ്പുണ്ട്. ഒരു കിളിർത്ത വടി ഇവനകത്ത് ഇരിപ്പുണ്ട്. ഇവനകത്ത് കാഴ്ചയപ്പം ഇരിപ്പുണ്ട്. ഇവനകത്ത് മന്ന ഇരിപ്പുണ്ട്. ഇതിനകത്ത് ചില ശക്തികൾ അല്ല, ഇതിനകത്തൊരു വ്യക്തി ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ആരാധന വെളിപ്പാടാ. യേശുവിന്റെ നാമത്തിൽ അനേക ശത്രുക്കളെ നിലപരിചയാക്കിയ യഹോവയുടെ പെട്ടകത്തിന്റെ മുന്നിൽ ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതുവരെ കൊണ്ടെത്തിച്ചത് ഒരു മരത്തിന്റെ പെട്ടിയല്ല, പിന്നെ സാക്ഷാൽ യേശു ക്രിസ്തുവാണ്.